വഖഫ് ബിൽ അവതരണ വേളയിൽ കേരളത്തിൻ്റെ MP ആയ രാധാകൃഷ്ണൻ മലയാളത്തിലാണ് സംസാരിച്ചത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പേരും പറഞ്ഞിരുന്നു. രാധാകൃഷ്ണൻ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ താങ്കൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് സ്പീക്കർ സുരേഷ് ഗോപിയോട് ചോദിച്ചിരുന്നു. ഉടനെ സുരേഷ് ഗോപി സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം തീർത്തും കേരളത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. ക്ഷോഭം വരുമ്പോൾ സംസാരിക്കാൻ പറ്റിയ ഭാഷ ആംഗലേയമാണെന്ന് പണ്ട് രഞ്ജി പണിക്കർ എഴുതി കൊടുത്തത് കാണാപ്പാഠം പഠിച്ചതുപോലെ കുറച്ച് വികലമായ പദങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം അലറുകയായിരുന്നു. നാളെ രാജ്യസഭയിലും പാസാക്കിയാൽ നിങ്ങളുടെ കേരളത്തിൻ്റെ പ്രമേയം അറബിക്കടലിൽ വലിച്ചെറിയുമെന്നാണ് അദ്ദേഹം വികാര വിക്ഷുബ്ധനായി പറഞ്ഞത്. പിന്നീടും യെസ് നോ നോ എന്നൊക്കെ ഡയലോഗ് വിടുന്നതും കണ്ടു. എന്തായാലും സ്പീക്കർ ഈ ഷോയൊന്നും കാണാത്ത പോലെ അടുത്തതായി സംസാരിക്കാൻ KC വേണുഗോപാലിനെ ക്ഷണിക്കുകയും ചെയ്തു. ഇപ്പോൾ ചില യെല്ലോ യൂട്യൂബേഴ്സ് പറയുന്നത് സുരേഷ് ഗോപിയുടെ ഇംഗ്ലീഷിൽ രാധാകൃഷ്ണൻ ഇല്ലാതായി പോയി, അതോടെ മുട്ടുമടക്കി എന്നൊക്കെയാണ്. രാധാകൃഷ്ണൻ ആവശ്യത്തിന് വിദ്യാഭ്യാസം നേടിയ ആൾ തന്നെയാണ്. പിന്നെ നമ്മുടെ പാർലമെൻറ്റിൽ പ്രാദേശിക ഭാഷയിൽ സംസാരിക്കാനുള്ള അനുവാദവുമുണ്ട്. ഇന്ത്യയിൽ 22 പ്രാദേശിക ഭാഷകൾ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചിട്ടുണ്ട്. അതിലെ ഏതു ഭാഷയിൽ വേണമെങ്കിലും പാർലമെൻറ്റിൽ സംസാരിക്കാം. സ്വന്തം സംസ്ഥാനത്തിൽ നിന്നുമുള്ള ഒരു ജനപ്രതിനിധി ആ സംസ്ഥാനത്തിൻ്റെ മാതൃഭാഷയിൽ കാര്യങ്ങൾ പറയുമ്പോൾ കേരളീയർ തന്നെ ഇങ്ങനെ അസ്വസ്ഥമാകുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മറിച്ച് ഇതൊരു തമിഴ്നാട്ടിൽ നിന്നുള്ള MP ആയിരുന്നെങ്കിൽ തമിഴിൽ സംസാരിച്ചതിന് കളിയാക്കിയാൽ അവരെ വിമർശിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകുമായിരുന്നു. പാർലമെൻറ്റിൽ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടാണ് മാതൃഭാഷയിൽ സംസാരിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ ടെക്നോളജി പാർലമെൻറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് MP-മാർക്ക് ട്രാൻസ്ലേറ്ററുണ്ട്. അവർ ചെവിയിൽ വെച്ചിരിക്കുന്ന ഹെഡ്സെറ്റ് ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള ഭാഷാ ചാനൽ ഉപയോഗിക്കാം. ഏത് ഭാഷയിൽ സംസാരിച്ചാലും അവർ സെറ്റ് ചെയ്ത ഭാഷയിൽ അത് കേൾക്കാൻ കഴിയും. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ സംസാരിച്ചപ്പോൾ ഭരണപക്ഷത്തുള്ള MP-മാർ ശബ്ദമുയർത്തിയത്. നോർത്ത് ഇന്ത്യയിലുള്ളവർ പല MP-മാരും ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അമിത്ഷായും മോഡിയും അടക്കം സംസാരിക്കുന്നതും ഹിന്ദിയിലാണ്. അവരുടെ വിദ്യാഭ്യാസത്തെ പറ്റിയൊന്നും ആരും ചോദിക്കുന്നുമില്ല. അറിവും ഭാഷയും തീർത്തും വ്യത്യസ്തമാണ്. ഭാഷ എന്നത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇന്ന് ചൈന സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലാണ്. പക്ഷേ അവർക്ക് ഇംഗ്ലീഷ് ഭാഷ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാവുന്ന പോലെ 10% പോലും അറിയില്ല. അവരുടെ കമ്പ്യൂട്ടറിലും മൊബൈലിലും ഉപയോഗിക്കുന്നതും അവരുടെ മാൻഡാരിൻ ഭാഷയാണ്. UN അസംബ്ലിയിൽ പോയി ഹിന്ദിയിൽ സംസാരിച്ച് കയ്യടി വാങ്ങിയ ആളാണ് BJPയുടെ മുൻ നേതാവും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിരുന്ന വാജ്പേയി. അതെങ്കിലും സുരേഷ് ഗോപി ഫാൻസ് ഓർക്കേണ്ടതുണ്ട്. മറ്റൊരു സംഭവം കൂടി പറയാം. 1ാം ലോക്സഭയുടെ സമ്മേളനം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പുറത്തേക്കിറങ്ങി. അദ്ദേഹം സഭയുടെ വാതിൽക്കലെത്തിയപ്പോൾ അടുത്ത് സംസാരിക്കാനുള്ള അംഗത്തിൻ്റെ പേര് സ്പീക്കർ വിളിച്ചു. അത് AK ഗോപാലൻ, അതായത് നമ്മുടെ AKG എന്നായിരുന്നു. പുറത്തേക്ക് പോയ നെഹ്റു ഉടനെ തൻ്റെ സീറ്റിലേക്ക് മടങ്ങി വന്നു. ആ പ്രസംഗം മുഴുവനും കേട്ടിരുന്നു. പിന്നീട് ചില മാധ്യമപ്രവർത്തകർ നെഹ്റുവിനോട് ചോദിച്ചു, പുറത്തേക്കിറങ്ങിയ താങ്കൾ എന്തുകൊണ്ടാണ് വീണ്ടും സഭയിലേക്ക് വന്നതെന്ന്. സംസാരിക്കുന്നത് AKG ആണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമുണ്ട്. അത് കേൾക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതായിരുന്നു നെഹ്റുവിൻ്റെ മറുപടി. അയാൾ പറയുന്നത് ഒരിക്കലും മുറിഞ്ഞ സത്യമായിരിക്കില്ല എന്നാണ് നെഹ്റു പറഞ്ഞത്. എനിക്ക് ഇംഗ്ലീഷ് അത്രയ്ക്ക് വശമില്ല, മുറി ഇംഗ്ലീഷിലെ സംസാരിക്കാനാകൂ. എന്നാൽ അതൊരിക്കലും മുറിഞ്ഞ സത്യമായിരിക്കില്ല. ഇതാണ് ആദ്യ ലോക്സഭയിൽ തൻ്റെ കന്നി പ്രസംഗം തുടങ്ങുമ്പോൾ AKG പറഞ്ഞത്. പക്ഷേ വൻ ശ്രദ്ധയാകർഷിച്ച പ്രസംഗം അംഗങ്ങൾ കൈയടിച്ചാണ് സ്വീകരിച്ചത്. AKGയുടെ പ്രസംഗം എല്ലാ കോൺഗ്രസ് അംഗങ്ങളും നിർബന്ധമായും കേൾക്കണമെന്നും നെഹ്റു അന്ന് നിർദ്ദേശിച്ചിരുന്നു. AKGയുടെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെ ചോദ്യം ചെയ്ത ചില കോൺഗ്രസ് അംഗങ്ങളോട് നെഹ്റു പറഞ്ഞത് അദ്ദേഹത്തിൻ്റേത് ജനങ്ങളുടെ ഭാഷയാണ്, എനിക്ക് ആ ഭാഷ മനസ്സിലാകുന്നുണ്ട് എന്നാണ്. പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ പോലും അംഗങ്ങൾ തടസ്സപ്പെടുത്തിയിരുന്ന ലോക്സഭയിൽ AKG സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അംഗങ്ങൾ നിശബ്ദരായി ആ വാക്കുകൾക്ക് കാതോർത്തിരിക്കുമായിരുന്നു. കോൺഗ്രസ് സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളും മന്ത്രിമാരുടെ നിലപാടുകളും അദ്ദേഹം കടുത്ത ഭാഷയിൽ തന്നെ സഭയിൽ ഉന്നയിച്ചിരുന്നു. കടുത്ത വിമർശനം ഉയർത്തിയ പല ഘട്ടങ്ങളിലും ഒരാൾ പോലും AKGയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ധൈര്യപ്പെട്ടിട്ടില്ല. ആ വാക്കുകളിലെ സത്യസന്ധതയോടുള്ള ബഹുമാനം കൊണ്ടായിരുന്നു അത്. അതേപോലെ രാധാകൃഷ്ണൻ നടത്തിയ മലയാളം പ്രസംഗത്തിൽ ഒരു വാചകം പോലും വിമർശിക്കാനില്ല. പ്രസംഗം കേട്ട സുരേഷ് ഗോപിയും ചില നോർത്ത് ഇന്ത്യൻ സന്യാസികളും ഒഴികെയുള്ളവർക്ക് അത് ഇഷ്ടമായിട്ടുമുണ്ട്. കാര്യങ്ങൾ പറയാൻ ഭാഷ ഒരു പ്രശ്നമല്ല. സിനിമയിലെ ഡയലോഗ് അടിച്ച് പാർലമെൻറ്റിൽ ഷോ കാണിക്കാൻ നോക്കിയാൽ ആരും മൈൻഡ് ചെയ്യുകയുമില്ല.